ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിനെ കുറിച്ച് നിരവധി വാർത്തകളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വഴി എല്ലാ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ ചില വാർത്തകളൊക്കെ നമ്മളും കാണാറുണ്ട്. കിം ജോങ് ഉൻ മാരകരോഗത്തിന് അടിമയാണെന്നും മരണശയ്യയിലാണെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിച്ചതാണ്. അത് വളരെ നേരത്തെ പ്രചരിച്ചിരുന്നു. എന്നാൽ പ്രചാരണങ്ങളൊക്കെ കാറ്റിൽ പറത്തി കിം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു. ഇപ്പോൾ അതിലും അത്ഭുതം നിറഞ്ഞ മറ്റൊരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ കാര്യങ്ങളാണ് കിങ്ങിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അയാളുടെ ആവശ്യത്തിനും മസാജ്, പാട്ട്, നൃത്തം തുടങ്ങി ജീവിതം ആസ്വദിക്കാനുമായി 25 കന്യകമാരെയാണത്രേ ആ പാഹേനു വേണ്ടി വർഷം തോറും എത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ വാർത്ത. ഓരോ വർഷവും ഈ ചങ്ങായി തൻ്റെ പ്ലഷർ സ്ക്വാഡിലേക്ക് 25 കന്യകളെ തിരഞ്ഞെടുക്കാറുണ്ടെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം സ്ക്വാഡിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യുവതിയാണ് രഹസ്യമായി ഇക്കാര്യങ്ങൾ, അതായത് രഹസ്യമായ വെച്ചിരുന്ന ഇക്കാര്യങ്ങൾ പരസ്യമാക്കിയിരിക്കുന്നത്. പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിനായി കിം ജോങ്ങിൻ്റെ സംഘം എല്ലാ സ്കൂളുകളിലും ക്ലാസ് മുറികൾ സന്ദർശിക്കും. സുന്ദരിമാരായ പെൺകുട്ടികളെ കണ്ടെത്തിയാൽ അവർ കന്യകകളാണെന്ന് ഉറപ്പുവരുത്തും. അവരുടെ കുടുംബ പശ്ചാത്തലവും ശേഷം രാഷ്ട്രീയ പശ്ചാത്തലവും അന്വേഷിക്കുകയും ചെയ്യും. ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടതോ അല്ല ദക്ഷിണ കൊറിയയിലോ മറ്റ് രാജ്യങ്ങളിലോ ബന്ധുക്കൾ ഉള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികളെയോ കണ്ടാൽ അവരെ ആ നിമിഷം തന്നെ പുറത്താക്കുകയും ചെയ്യും. ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടികളെ കന്യകാത്വം തെളിയിക്കാൻ വൈദ്യപരിശോധനയ്ക്ക് അയക്കും. ചെറിയ ഒരു വൈകല്യം ഉണ്ടെങ്കിൽ പോലും അവർ അയോഗ്യരാക്കപ്പെടും. കടുത്ത പരിശോധനകൾക്ക് ശേഷം മാത്രമേ അവരെ പ്രോങ്യാങ്ങിലേക്ക് പ്രഷർ സ്ക്വാഡിൽ ചേരാനായി അയക്കുകയുള്ളൂ. സ്ക്വാഡിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏകാധിപതിയെ എല്ലാ രീതിയിലും സന്തോഷിപ്പിക്കുക എന്നതാണ് പെൺകുട്ടികളുടെ ദൗത്യം. പ്ലഷർ സ്ക്വാഡിനെ 3 ഗ്രൂപ്പായി തരംതിരിച്ചിട്ടുണ്ട്. ആദ്യ 2 ഗ്രൂപ്പുകൾക്ക് മസാജ്, പാട്ട്, നൃത്തം എന്നിവയുടെ ചുമതലയാണ്. മൂന്നാമത്തെ ഗ്രൂപ്പിനാകട്ടെ കിങ് ആവശ്യപ്പെടുന്ന നേതാക്കളുമായും അവൻ്റെ ആളുകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ്. ഉന്നത നേതാക്കളെയും ആളുകളെയും സേവിക്കാൻ ഏറ്റവും ആകർഷകത്വമുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുക്കും. എന്നാൽ താഴ്ന്ന റാങ്കിലുള്ള ജനറൽമാരെയും അതുപോലെ തുക്കട രാഷ്ട്രീയക്കാരെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ മറ്റുള്ളവരെ നിയോഗിക്കുകയുമാണ് പതിവ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പെൺകുട്ടികൾക്ക് 20 വയസ്സെത്തിയാൽ അവരുടെ കാലാവധി അവസാനിച്ചു. ചിലർ പലപ്പോഴും അവിടെയുള്ള അംഗരക്ഷകരെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും. അല്ലാതെ വേറെ കല്യാണങ്ങൾ നടക്കില്ലല്ലോ. 1970കളിൽ കിം ജോങ് ഉന്നിൻ്റെ പിതാവിൻ്റെ കാലത്താണ് ഈ പ്ലഷർ സ്ക്വാഡ് ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ കിം ജോങ്ങിൻ്റെ അച്ഛൻ കിം ജോങ്ങിനേക്കാളും പുലിയാണെന്ന് വേണം നമുക്ക് കരുതാൻ. അച്ഛനിക്ക് കിട്ടിയത് എന്തായാലും അതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ 1% മകനും കിട്ടുമല്ലോ. ഏതായാലും ജീവിതം അടിച്ചു പൊളിക്കാൻ വേണ്ടി ജന്മം കൊണ്ട കുറേ മനുഷ്യരൂപങ്ങൾ ഇതുപോലെ പണ്ട് കാലത്തും ഇപ്പോഴും നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവർ യഥേഷ്ടം കാട്ടിലെ രാജാവായ സിംഹത്തെ പോലെ വിരാജിക്കുകയാണ്. അവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് കയർക്കാനോ അല്ലെങ്കിൽ അവരുടെ രഹസ്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കാനോ ആരും ധൈര്യപ്പെടാറില്ല. അഥവാ അങ്ങനെ ചെയ്താൽ അവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും. അതുതന്നെയാണ് എല്ലാവരുടെയും പേടിയും.